ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ സ്റ്റ്യൂ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റ്യൂ എന്ന് പറയുന്നത്. ഇത് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 3 മീഡിയം സവോള, 2 ക്യാരറ്റ്, 4-5 പച്ചമുളക്, ഇത് ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്, കറിവേപ്പില, 2 ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്, ഇത് ക്യൂബായിട്ട് അരിഞ്ഞതാണ്, പഴുത്ത തക്കാളി മീഡിയം സൈസ് 3-4 എണ്ണം എടുക്കാം, 1/2 ടീസ്പൂൺ കടുക്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, ഇത് ചോപ്ഡാണ്, വെളുത്തുള്ളി 1 ടീസ്പൂൺ, തേങ്ങാപ്പാൽ നമ്മളിവിടെ എടുക്കുന്നുണ്ട്, ഇത് 1 പാലാണ്, 2 കപ്പ് 1 പാൽ എടുക്കുന്നുണ്ട് നമ്മളിവിടെ. അതുപോലെ തന്നെ 1 കിലോ ചിക്കൻ, ഇത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്, വെജിറ്റബിൾ ഓയിൽ 4 ടേബിൾ സ്പൂണും നമ്മളിവിടെ എടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. എടുത്തു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ച് സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനിയും ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം കുറച്ച് നേരം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ പച്ചമുളകും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് ഈവനായിട്ട് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ എല്ലുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലുള്ള ചിക്കനാണ് എപ്പോഴും സ്റ്റൂവിന് നല്ല ടേസ്റ്റ് വരാനായിട്ട് നല്ലത്. നമുക്ക് ഉപ്പ് ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒഴിക്കുന്നത് 2 പാലാണ്. ആദ്യം പിഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാമത് പിഴിഞ്ഞപ്പോൾ എടുത്ത പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നേരം നമുക്കൊന്ന് തീ കൂട്ടി വെക്കാം. ഒന്ന് തിളച്ച് വരണം. ഇനിയും ഇവിടെ നമുക്ക് ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഇനി ഒന്ന് അടച്ചു വെക്കുക. ഇനിയും നമുക്ക് ഉരുളക്കിഴങ്ങ് വേകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ആദ്യം നമ്മൾ പിഴിഞ്ഞ പാലും കൂടെ ഇവിടെ ഒഴിക്കാം. പാലൊഴിച്ച് കഴിഞ്ഞ് തിളച്ച് പോകാതെ വാങ്ങി നമുക്ക് കറി ഇങ്ങോട്ട് എടുക്കാം. നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് തിളച്ച് പോയി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റ്യൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പുമൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലൂടെ പാലപ്പമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പാലപ്പം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് പോയി കണ്ടാൽ പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് ഒഴിച്ച് നമുക്കൊന്ന് കഴിക്കാം. ഇനി ഇങ്ങനെ ഒരു ചിക്കൻ കഷ്ണം എടുത്ത് ചാറും കൂടെ എടുത്തൊരു മുളകിൻ്റെ കുറച്ചൊരു
ഇങ്ങനെ പിടിപ്പിച്ചിട്ട് മുളകിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ പിടിപ്പിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ സ്റ്റൂ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ശരിക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ചിക്കൻ്റെ കൂടെ തേങ്ങ വരുന്ന ഒരു നല്ലൊരു ടേസ്റ്റാണ്. പാലപ്പത്തിന് ഇതല്ലാതെ വേറെ ഒരു കോമ്പിനേഷൻ ഇല്ല. ചിക്കൻ സ്റ്റൂവിൽ നല്ല ഇച്ചിരി ചാറും കൂടെ കൂട്ടി ചിക്കൻ്റെ കഷ്ണവും കൂട്ടി തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ വീട്ടിലും നിങ്ങൾ ഈ സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.